മാള കെ കരുണാകരൻ സ്മാരക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും കടുത്ത ക്ഷാമം നിലനിൽക്കുന്നതായി ആശുപത്രി സൂപ്രണ്ട്. ആശുപത്രിയുടെ പ്രവർത്തനക്ഷമതയും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ മുഖേന ആരോഗ്യ വകുപ്പിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് തയ്യാറാക്കിയത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. മാള കെ കരുണാകരൻ സ്മാരക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് ആശുപത്രി സൂപ്രണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ മുഖേന ആരോഗ്യവകുപ്പിന് സമർപ്പിച്ചത്. പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ കോടതി നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. 1911 സർക്കാർ ഡിസ്പെൻസറിയായി പ്രവർത്തനം ആരംഭിച്ച മാള ആശുപത്രി ഇന്ന് മാള, അന്നമനട, കുഴൂർ, പൊയ്യ, ആളൂർ പഞ്ചായത്തുകളിലെയും എറണാകുളം ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകളുടെ പ്രധാന സർക്കാർ ചികിത്സാ കേന്ദ്രമാണ്. റിപ്പോർട്ടനുസരിച്ച് നിലവിൽ ആശുപത്രിയിൽ 66 കിടക്കകൾ ഉള്ള ഇൻപേഷ്യന്റ് വിഭാഗവും പ്രതിദിനം 450 മുതൽ 500 വരെ രോഗികൾ എത്തുന്ന ഔട്ട്പേഷ്യന്റ് വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട്. 2018 മുതൽ ഡയാലിസിസ് യൂണിറ്റും പ്രവർത്തിക്കുന്നു. പ്രതിദിനം 3 ഷിഫ്റ്റുകളിലായി 14 ഡയാലിസിസ്, ഫിസിയോതെറാപ്പി, ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ സേവനങ്ങൾ, പോസ്റ്റ്മോർട്ടം, ആശ്വാസ് ക്ലിനിക്കുകൾ തുടങ്ങി വിവിധ ചികിത്സാ സേവനങ്ങളും ആശുപത്രി നൽകുന്നുണ്ട്. എന്നാൽ വർദ്ധിച്ചുവരുന്ന രോഗികളുടെ എണ്ണത്തിന് അനുസൃതമായ ഡോക്ടർമാരും ജീവനക്കാരും ആശുപത്രിയിൽ ഇല്ലെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. നിലവിൽ ഒരു സിവിൽ സർജൻ, 2 അസിസ്റ്റന്റ് സർജന്മാർ, 1 ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ എന്നിവരെ മാത്രമാണ് സർക്കാർ നിയമിച്ചിട്ടുള്ളത്. ഫിസിഷ്യൻ, പീഡിയാട്രിഷ്യൻ ഉൾപ്പെടെയുള്ള സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ തസ്തികകൾ ആശുപത്രിയിൽ ഇല്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിനായി 1 സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ, 1 ജൂനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ, 2 അസിസ്റ്റന്റ് സർജന്മാർ എന്നിവരുടെ പുതിയ തസ്തികകൾ സൃഷ്ടിക്കണമെന്നും ആവശ്യമായ സ്റ്റാഫ് നഴ്സുമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. നിലവിലെ OP ബ്ലോക്കിന് മുകളിൽ പുതിയ നില നിർമ്മിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, 24 മണിക്കൂർ ചികിത്സാ സേവനങ്ങളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സേവനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആവശ്യമായ മനുഷ്യ വിഭവശേഷി ഉറപ്പാക്കുക, രോഗികളുടെ വർദ്ധിച്ചു വരുന്ന തിരക്ക് കണക്കിലെടുത്ത് IP, OP വിഭാഗങ്ങൾ വിപുലീകരിക്കുക എന്നീ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. അസിസ്റ്റന്റ് സർജന്മാർ, സ്റ്റാഫ് നഴ്സുമാർ, ലാബ്, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ശുചീകരണ വിഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിൽ പ്രത്യേകം ആവശ്യപ്പെടുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറിയിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ച് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ക്ഷാമം പരിഹരിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ആശുപത്രി അധികൃതരും പ്രദേശവാസികളും. മീഡിയ ടൈം, മാള.